ഗോൾഡൻ മാവ് അല്ലേ? ഗോൾഡൻ മാവ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുത്തു ചേച്ചി. ഇതിന്റെ ലീഫ് ഇതുപോലത്തെ യെല്ലോ കളർ ആയിരിക്കും. അതിന് ഫ്ലവർ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കളർ. ഭയങ്കര ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇല അതേപോലെ പൂ ഉണ്ടാവും അല്ലേ? ഓ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതാണ് ഇതിന്റെ പൂവിന്റെ ഇതെന്ന് പറയുന്നത്. വെള്ളയും പിങ്കും അല്ലേ? അതായത് ഈ വെള്ള സ്റ്റേജിൽ നിന്നാണ് ആദ്യം തുടങ്ങുക. അല്ല, മിക്സ്ഡ് ആണല്ലേ? ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് ബ്രിസ റെഡ് എന്നുണ്ടല്ലേ? ബ്രിസ റെഡ് ഭയങ്കര ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നന്നായിട്ട് പൂക്കൾ മാത്രം കാണല്ലോ. അതെ അതെ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് വെറൈറ്റി ടാങ്ക്ലോൺ പർപ്പിൾ. ടാങ്ക്ലോൺ പർപ്പിൾ ഭയങ്കര ബ്ലൂമിങ് ആണല്ലോ ഇത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്തു ചേച്ചി. ഈ ടാങ്ക്ലോൺ വിരിയില്ല, ഇതേപോലെ ഇങ്ങനെ നിക്കുള്ളൂ. ഇങ്ങനെ വിടരാത്ത പോലെ നിൽക്കും. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇത് ടിസി അങ്ങനെ എന്തോ ആണ് പേര്. നല്ല ഭംഗിയായിട്ട് സാധനം. ഗോൾഡൻ പീച്ച് കണ്ടോ, നല്ല ബുഷി പ്ലാന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ്റ്റിങ്ങിനൊക്കെ ഒരു മദർ പ്ലാന്റ് ആക്കി വളർത്താം അല്ലേ ഏട്ടാ? ഫയറോപ്പാലിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ കാണുന്നത്. ഇതില് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ പൂവിന്റെ ഉള്ളിൽ വരുന്ന ഈ വെള്ളം ഇതാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതാണ് പൂവില്ലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബൊഗൻവില്ല ഫാം പരിചയപ്പെടുത്താനായിട്ടാണ്. അത് നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയ്ക്ക് അടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ നൈപുണ്യ നഴ്സറിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവരുടെ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവർക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ബൊഗൻവില്ലയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. എല്ലാ പുതിയ വെറൈറ്റികളും പഴയ വെറൈറ്റികളും ഒക്കെ ബ്ലൂം ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ നൈപുണ്യ നഴ്സറിയുടെ നമ്മൾ ഫസ്റ്റ് വിഷ്വൽ കാണാൻ പോകുന്നത് ഇവരുടെ മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കീർത്തന ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചേച്ചി നമസ്കാരം. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് മൾട്ടിഗ്രാഫ്റ്റ്, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള വെറൈറ്റികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം നമുക്ക്. ഇത് ചില്ലി വെറൈറ്റി ചെയ്തിട്ടുള്ള മൾട്ടിഗ്രാഫ്റ്റ് ആണല്ലേ? ചില്ലി പിങ്ക് ഉണ്ട്, ചില്ലി ഐസ്ക്രീം, യെല്ലോ, റെഡ് ആണല്ലേ? ചില്ലിയുടെ മാത്രം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല തടിയുള്ള റൂട്ട് സ്റ്റോക്കുമാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളല്ലേ? ഇവിടെ നിങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം പ്ലാന്റുകളും ഇവർ സെയിലിനായിട്ടുള്ളതാണ്. മദർ പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ. എല്ലാ പ്ലാന്റുകളും സെയിലിനായിട്ടുള്ളതാണ്. ഇത് ഏത് വെറൈറ്റിയാ? ഇതും ചില്ലി വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് ഫയറോപ്പാൽ ഓറഞ്ച് ആണ്. ഫയറോപ്പാൽ എപ്പോഴും ട്രെൻഡ് ഉള്ളൊരു വെറൈറ്റിയാണ് ഫയറോപ്പാൽ. കാരണം നിങ്ങൾ ഏത് ഇത് ചൂസ് ചെയ്താലും ഫയറോപ്പാൽ, റൂബി റെഡ്, ഫ്ലെയിം റെഡ് ഇതൊന്നും മിസ്സാക്കരുത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെയും കുറേ വെറൈറ്റികൾ ഇരിക്കുന്നുണ്ട്. ഇത് ഏത് ചേച്ചി വൈറ്റ് വരുന്ന? ഇത് ഹവായി വൈറ്റ് ആണ്. ഹവായി അല്ലേ? ഇതും സെയിലിനുള്ള പ്ലാന്റിനാണല്ലേ? നല്ലൊരു വലിയ റൂട്ട് സ്റ്റോക്കിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ബാക്കിലേക്ക് പോയാലോ? ഇതൊക്കെ ഏതാ? ഇത് സക്കൂറയാണ്. ഇപ്പൊ ഫ്ലവർ കഴിഞ്ഞിട്ട് കൊഴിയാറായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ മഴയുടെയും കൂടി ഒരു ഇതുണ്ടല്ലേ? ഇനി വരാൻ പോകുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് ബ്രിസ റെഡ് എന്നുണ്ടല്ലേ? ബ്രിസ റെഡ് ഭയങ്കര ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നന്നായിട്ട് പൂക്കൾ മാത്രം കാണല്ലോ. അതെ അതെ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നിങ്ങളൊരു ബൊഗൻവില്ല അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു വെറൈറ്റി ആണ് കേട്ടോ ബ്രിസ റെഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കില്ല സംഭവം. കുറച്ചും കൂടി വെയിലും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിന്റെ ചെറിയ തൈകളൊക്കെ നമ്മുടെ കൊടുക്കാനുണ്ടോ? ഇല്ല, ഇപ്പോൾ ഉള്ളത് വലിയ ഇതൊക്കെയാണല്ലോ. ഇപ്പൊ നമ്മുടെ ഇന്ന് ഗ്രാഫ്റ്റ് പ്ലാന്റുകൾ ചെറുത് എത്ര തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്? ഗ്രാഫ്റ്റ് പ്ലാന്റുകളല്ല, നമ്മള് മൊത്തം നമുക്ക് ചെറിയ 150 രൂപ മുതൽ 900 രൂപ വരെയുള്ള വെറൈറ്റികളുണ്ട്. പിന്നെ മൾട്ടിഗ്രാഫ്റ്റ് ഒക്കെ ആകുമ്പോൾ അതിനുള്ള വെറൈറ്റികളാണ് പറഞ്ഞത്. 150 രൂപ മുതൽ 900 രൂപ വരെയുള്ളത്. അത് നമ്മൾ ഇവര് വില പറയണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് സ്റ്റോക്കിന്റെ കാനും പിന്നെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് ആ പ്രൈസ് അത് നോക്കിയിട്ടാണ് റേറ്റ് വരുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞ സംഭവത്തിനൊക്കെ റേറ്റ് ഈ ബ്രിസയ്ക്ക് ഉണ്ടാവും ഇല്ലേ? നമ്മുടെ ഈ ചില്ലി വെറൈറ്റിനേക്കാളും. കാരണം ഇത് നിങ്ങൾ ഒരു പ്ലാന്റ് മേടിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതും ചില്ലി ഐസ്ക്രീം തന്നെ അല്ലേ? ചില്ലി ഐസ്ക്രീം, ചില്ലി വെറൈറ്റികൾ മാത്രമാണ്, ചില്ലി വെറൈറ്റീസ് മാത്രം ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ അടുത്ത ഏതാ? ഇത് സക്കൂറ ഞാൻ നോട്ടല്ലേ? നമ്മൾ നേരത്തെ ഒരു സക്കൂറ കണ്ടായിരുന്നു, പക്ഷെ അത് ഇത്തിരി ഫെയ്ഡ് ആയിരുന്നു. ഇത് ഇത്തിരി കളറായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇവര് പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ടോ ചേച്ചി? അതായത് ഒരുപാട് കാട് പോലെ ആവില്ല, ഒരു ബുഷായിട്ട് ഇങ്ങനെ എപ്പോഴും നിൽക്കും. അത് ഹാങ്ങിങ്ങിലും ഇടാം, നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നടത്താം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ചെറിയ പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നൈപുണ്യയുടെ നമ്പറിൽ വിളിച്ചു ചോദിക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞുതരും. നമ്മുടെ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തി ചേച്ചി. ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ പെരിങ്ങോട്ടുകര.
അപ്പോൾ അതാണ് സ്ഥലം. നമ്മുടെ ലൊക്കേഷനൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതും ബ്രിസാറഡ് തന്നെയാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബ്രിസയാണ് കാണുന്നത്. കാരണം അത്രയും ഫ്ലവറിങ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ് ബ്രിസ. ഇത് ഏത് ചേച്ചി? ഇത് സൂഫിയ ഇന്ത്യാന. സൂഫിയ ഇന്ത്യാനല്ലോ, വലിയൊരു പോട്ടിലാണല്ലോ അല്ലേ വെച്ചിരിക്കുന്നത്. 24 ആണെന്നുണ്ടല്ലോ ഇത്. 24 ഇഞ്ചിന്റെ വലിയൊരു പോട്ട്. കാരണം ഇവർ അത്യാവശ്യം കാട് പോലെ വലുതാവുന്ന ടൈപ്പ് ആണെന്നുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ വലിയ പോട്ടിൽ വെച്ചില്ല. പിന്നെ കട്ടിങ്സ് എടുക്കാനാണ്. അതന്നെ ഇതുവരെ നിങ്ങൾ മദർ പ്ലാന്റ് ഒക്കെ വെച്ചോണ്ടല്ലേ. പക്ഷെ ഇത് കൊടുക്കും നിങ്ങള്? കൊടുക്കും അല്ലേ. ഇതിന്റെ ചെറുതായി തൊട്ടുണ്ട് ഉണ്ടല്ലേ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്കും വൈറ്റും കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ ആണ്. ആദ്യം വെള്ളയെന്ന് തുടങ്ങാന്നുണ്ടല്ലേ. വരുമ്പോ ഇതേപോലെ മിക്സ്ഡ് ആയിട്ട് ചില ഇതളുകളിൽ വൈറ്റ് ഉണ്ടായി. നല്ല ബ്ലൂമിങ് ഇതുള്ള ഇതൊന്നുണ്ടല്ലേ. നല്ലോണം ഇത് വിട്ട നല്ലോണം ഫ്ലവർ ആവും. ഒരു മഴയുടെ ഒരു ചെറിയൊരു അതെ അതെ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഏതാ ചേച്ചി? ഇത് ബട്ടർഫ്ലൈ വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാ. ബട്ടർഫ്ലൈ ഇതില് പീച്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്. ഓക്കെ. ഫ്ലവറിംഗ് കുറവാന്നുണ്ടല്ലേ. അത് ഇപ്പൊ മഴ പെയ്തപ്പോ കൊഴിഞ്ഞതാ. കൂട്ട് വന്നുകൊണ്ടിരിക്കായിരുന്നു. മഴ പെയ്തപ്പോ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ്. ഇതും തൈകൾ നമ്മളിലുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. ഇത് നമ്മുടെ ചില്ലി തന്നെയാണ്. ഇത് നമ്മുടെ ഫയറോപ്പാല്. ഇത് ഫയറോപ്പാല്, ഫ്ലെയിം, റൂബി ഉണ്ട്. ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഫയറോപ്പാലാണ്. ഇത് കുറെ വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് മിക്സ്ഡ് കളറുകളൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തം വിരിഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ. അപ്പൊ ഇതും ഇത് തന്നെയാണ് കേട്ടോ. മറ്റേ ചില്ലി വെറൈറ്റീസ് ആണ്. ഇത് നമ്മുടെ ഹവായി വൈറ്റും പിങ്കും അല്ലേ. ഓക്കെ. ഇതല്ല അപ്പൊ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ സെയിലിനുള്ളതാണ് കേട്ടോ. നിങ്ങളിത് എവിടം വരെ പ്ലാന്റ് എത്തിച്ചു കൊടുക്കും? ഇതൊക്കെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ? അങ്ങനെയല്ല, മിക്കതും ആൾക്കാർ ഇങ്ങോട്ട് വണ്ടി വിടാറാണ് പതിവ്. ഇപ്പൊ നമ്മൾ പെറ്റ് സർവീസിന്റെ കുറെ പരിപാടികൾ ഇറങ്ങുന്നുണ്ട്. അതിലേക്ക് ഇത്ര വലിയ പ്ലാന്റുകളൊക്കെ പക്ഷെ ഗ്രാഫ്റ്റ് കൊടുത്തു വിടാറില്ല. ഓക്കെ. നിങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വക വലിയ പ്ലാന്റുകൾ വന്നിട്ട് നേരെ നൈപുണ്യയിൽ വരെ സാധനം മേടിക്കാൻ പോവാ. ഇത് ബ്ലൂബെറി ഐസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ്. ഭയങ്കര ബ്ലൂമിങ് ഇതുള്ളത് എന്റെ വീട്ടിലുള്ളതാണ് ഞാൻ പറയാണ്. ഇതിപ്പോ പൂട്ടിട്ടില്ല. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഒക്കെ സെയിലിനുള്ള. ഇതൊക്കെ എത്ര ഇഞ്ച് പോട്ടിൽ വെച്ചാൽ? 14ആണോ? 14 ഇഞ്ച് പോട്ടിൽ വെച്ചിരിക്കുന്ന ഇതാണ്. പോട്ടിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. ഇതും നമ്മുടെ ബ്രിസാറഡ് ആണ് കേട്ടോ. ബ്രിസാറഡ് ഇപ്പൊ നിങ്ങൾ മൂന്നാമത്തെ പ്ലാന്റ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ധൈര്യമായിട്ട് വാങ്ങിക്കോ, നിരാശരാക്കില്ല. ഇത് ഫയറും റൂബി റെഡും ഇതൊക്കെ സെയിലായിട്ടുള്ളതാണ്. ഇനി നമ്മുടെ അതവിടെ ഒരു മറ്റേ ഇത് നമ്മുടെ പെട്രോബാമിനാണോ? അത് ഗോൾഡൻ പെട്രോ. ഇതിപ്പോ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഒരു വെറൈറ്റി ആണല്ലേ. കഴിഞ്ഞ വർഷത്തെ പ്ലാന്റ് ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് മഞ്ഞയും പച്ചയും മേലായിട്ട് നിൽക്കില്ല. ഒരു പീച്ച് കളർ പോലത്തെ ഒരു ഫ്ലവർ ആയിരിക്കും. ഇത് 2 സെക്ഷനായിട്ട് ഫ്ലവർ കളർ മാറുന്നു തോന്നുന്നില്ലേ. അത് വിരിഞ്ഞു വരുമ്പോ ഈ ഒരു പിങ്ക് പോലത്തെ ഒരു കളറും കൊഴിയാറ് ഒരു ഫെയ്ഡിങ് സെക്ഷൻ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ്. രണ്ടും നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് വൈറ്റും പിങ്കും അല്ലേ. ലീഫിന് ഒരു ചെറിയ കളറുണ്ട്. ഇത് നമ്മുടെ ക്രിസ്റ്റീന അല്ലേ. ക്രിസ്റ്റീന അത് ഇങ്ങനെ സ്പ്ലാഷ് പോലെ, അത് ഇങ്ങനെ പെയിന്റ് തെറിച്ച പോലത്തെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇതായിരുന്നു ചേച്ചി വെറൈറ്റി? ടാങ്ക്ലോൺ പർപ്പിൾ. ഭയങ്കര ബ്ലൂമിംഗ് ആണല്ലോ ഇത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞോട് ചേച്ചി. ഈ ടാങ്ക്ലോൺ വിരിയില്ല, ഇതേപോലെ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെ വിടരാത്ത പോലെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതിൽ തന്നെ 4 കളർ വെറൈറ്റീസ് ഇല്ലേ നമ്മുടെ? ഓറഞ്ച് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതും നല്ലോണം ബ്ലൂം ചെയ്യുന്ന. ഇത് ഗ്രാഫ്റ്റഡ് അല്ല, ലോൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതും കൊടുക്കാനുള്ളതാണ്. ഇതൊരു പുതിയ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇത് ജുവലിന്റെ വെറൈറ്റിയാ. ഈ ജുവൽ 21 എന്നൊക്കെ പറഞ്ഞ പോലത്തെ. ഇത് വെരിഗേറ്റഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ടോ? ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, വിളിച്ചു ചോദിക്കുക. ഇത് സൂഫിയ ഇന്ത്യാന. നമ്മുടെ നൈപുണ്യക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇവര് ചെടികളുടെ വീഡിയോ എടുക്കുന്ന കേരളത്തിലൊരു മെയിൻ ചാനലാണ് കേട്ടോ. ഇവര് വീഡിയോസ് കണ്ടിട്ട് പലരും നമ്പറും വിളിച്ച് ഞാൻ പലരും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് സൂഫിയ ഇന്ത്യാന അല്ലേ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു സൂഫിയ ഇന്ത്യാന. അടിപൊളിയാണ് കേട്ടോ. നല്ലോണം ഇങ്ങനെ കൊലകുത്തിപ്പൂ ഉണ്ടാവും അല്ലേ. ഇത് കുറെ നാളെ ഇറങ്ങിയിട്ടുണ്ടല്ലേ വെറൈറ്റി? ഇത് 2-3 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ഇതേതാ ബാലകയാണോ? അല്ലല്ല, ഇത് ഫ്ലെയിം വൈറ്റ് അല്ലേ. ഓ, ഇത് വിരിയുമ്പോ ടീ കളറിന് ഈ പച്ച പോലത്തെ ഒരു ഇത്തിരി കൂടി വൈറ്റ് കളർ വരെ ഒരു വെറൈറ്റി ഫ്ലവർ ആണ് കേട്ടോ. ഇതിന്റെ ഒരുപാട് ഫ്ലവറും ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫ്ലവർ നല്ലോണം ഉണ്ടാവുന്നുണ്ട്. ഇതേതാ? ഇത് ഗെയ്ഷ എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഗെയ്ഷ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്. ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ, പുതിയതാണോ? ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു പിങ്ക് കളർ വരും. പിങ്ക് ലൈൻ വരില്ല. ഇതിപ്പോ വിരിഞ്ഞു വരുമ്പോ ഈ കളറായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കളർ മാറി പല കളറായിട്ട് 2 കളർ. ഓക്കെ.
അപ്പോൾ ഇതും നല്ലോണം ബ്ലൂം ചെയ്യുന്നതാണ്. അതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഏത് ചേച്ചി വെറൈറ്റി? അത് വാജിദ് അലി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. വാജിദ് അലി റെഡ്, അത് രണ്ട് കളർ വരുന്നുണ്ടല്ലോ. മിക്സഡ് കളർ വരും, പിന്നെ നല്ല ഡാർക്ക് കളറാണ്, പർപ്പിൾ ആണല്ലേ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. വാജിദ് അലി റെഡ് എന്ന് പറഞ്ഞിട്ട് ഈ വെറൈറ്റിയുടെ പേര്. അപ്പൊ ഇത് നമ്മുടെ കീർത്തന ചേച്ചിയുടെ ഹസ്ബൻഡ് സുബിൻ ചേട്ടനാണ് കേട്ടോ. അപ്പൊ ആളാണ് പുതിയ കുറച്ച് വെറൈറ്റികളുടെ ഇതൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകും. നമ്മൾ വീഡിയോ എടുത്ത് ലൈറ്റ് ആയി 6 മണി ആവാറായി. സുബിൻ ചേട്ടാ, ഇത് ഏത് വെറൈറ്റി? ഇത് മാജിക് ഐസ്ക്രീം. മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതില് ലീഫിന്റെ കളറും അതേപോലെ തന്നെ പൂവിന്റെ കളറാണ് ഹൈലൈറ്റ് അല്ലേ? ഓക്കെ. ഇത് അത്യാവശ്യം സ്റ്റോക്ക് നമ്മളിൽ കൊടുക്കാനുണ്ടോ? കഴിഞ്ഞു തുടങ്ങി. അപ്പൊ വേഗം ആവശ്യക്കാർ പോകുന്നു, സാധനം ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാനായിട്ട്? പിന്നെ വരുന്നത് ട്രൈ കളറിന്റെ ഒക്കെ ഗോൾഡൻ ലീഫ് വരുന്ന ട്രൈ കളറിന്റെ ഗോൾഡൻ ലീഫ് ഇട്ട ഗോൾഡൻ ട്രൈ കളർ അല്ലേ? ഓ, ഇത് സൂപ്പർ ആയിട്ട്. ഇതൊന്നും അധികം കണ്ടില്ല. ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ പ്ലാന്റ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. അപ്പൊ ഇതും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഏതാ? ഇത് SSB വൈറ്റ് എന്ന് പറയും. SSBയുടെ പർപ്പിൾ ഉണ്ട്, വൈറ്റ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് SSB വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് സ്കൈ ലൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. സ്കൈ ലൈൻ അല്ലേ? ഓക്കെ, നല്ല ഭംഗിയുണ്ട് സ്കൈ ലൈൻ. വേറെ എടുത്തോ? ഇത് അതെ ചേട്ടാ ഈ വെറൈറ്റി. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. നല്ലോണം ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ചെറിയ പ്ലാന്റ് തന്നെ. ഇതേതാ? നല്ല വലിയ പ്ലാന്റ് ആണല്ലോ. ഇതിന്റെ എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. എന്താ, അത്യാവശ്യം നല്ല ഫ്ലവറിങ് കപ്പാസിറ്റി നല്ല ഫ്ലവറിങ് ഉള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ്. കളർ വേറെ രീതിക്ക് വരുന്നുണ്ടല്ലേ? ഇതേണ്ട ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗോൾഡൻ സൺഷൈൻ, ഗോൾഡൻ ബ്രൗണിന്റെ ഒക്കെ ഒരു വേറൊരു പാറ്റേൺ, അങ്ങനെ ഒരു പാറ്റേൺ. പുതിയ വെറൈറ്റി എന്ന് മാത്രല്ലേ? ഓക്കെ. ഇതിനെന്ന് എടുത്ത ദിവന ഈ സാധനം എനിക്ക് വന്നപ്പോ ഇഷ്ടപ്പെട്ട ടിസിയിലെ. നല്ല ഭംഗിയായിട്ട് സാധനം. ഭയങ്കര എനിക്ക് വന്നപ്പോ തോന്നുന്നത് നമ്മുടെ ലോലയ്ക്ക് ചെറിയൊരു ഒരു ഇതുണ്ട്, പ്രത്യേകത ഉണ്ട് ലോലയ്ക്ക്. അതേപോലത്തെ ഒരു ഫ്ലവർ ആയിട്ടാണ് എനിക്ക് ഈ സംഭവത്തിന് തോന്നിയത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. തിക്കായിട്ടുള്ള ഫ്ലവർ ആണ്. ആ പ്ലാന്റ് തന്നെ നല്ല പ്ലാന്റാ, നല്ല ബുഷി പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഏതാണ്? ഇതേത്? ഈ ഗോൾഡ് അതന്നെ നമ്മുടെ അതേപോലെ വരുന്നത് മൂൺലൈറ്റ് കളറിൽ വരുന്ന. ഓക്കെ, ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്സ് ഓൺലി അല്ലേ? ഒക്കെ ഇത് ഇരിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളു. വേഗം ആവശ്യക്കാർ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് പേരറിയില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇത് നമ്മുടെ ഓറഞ്ച് ഫോക്സ് വെരിഗേറ്റഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതേതാ? ഇത് ഞാൻ വന്നപ്പോ നോട്ട് ചെയ്താ ഈ സാധനം. ഇതെനിക്ക് ഡൗട്ടാണ്, പക്ഷെ നല്ല ബുഷി പ്ലാന്റ്. ഇതൊക്കെ നമുക്കൊരു 1000 രൂപ താഴേക്കൊക്കെ ഇത്ര വലിയ പ്ലാന്റ് കിട്ടും. ആ ഒരു റേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോകുന്ന ഈ കാണുന്നതൊക്കെ ഏകദേശം ആ ഒരു റേഞ്ച് അല്ലേ? അങ്ങനത്തെ ഒരു റേഞ്ചാണ്. ഇത്ര വില കുറവില്ല നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ചോദിച്ചിട്ട് ഒരു 1500, 1200, 1300 റേഞ്ചിലാണ് പല നഴ്സറികളും പല ഗ്രൂപ്പുകളും നമ്മൾ കണ്ടുള്ളത്. അത്ര ഉറപ്പാണ് ഇവിടെ വില കുറവാന്നുള്ളത്. ഇതേതാണ്? പേരറിയില്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ ലീഫിനായാലും ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് നോക്കി തന്നെ കാണാൻ പറ്റും. ഒരു ബൊഗൻവില്ലയുടെ ലീഫായിട്ട് തന്നെ നമുക്ക് തോന്നില്ല. വേറൊരു ഡിഫറെന്റ് പാറ്റേണിലുള്ള ലീഫാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ്. അപ്പൊ അത് വെച്ചോ. അതെടുത്ത് ചേട്ടാ, ഗോൾഡൻ പീച്ചാന്ന് തോന്നുന്നത്. ഗോൾഡൻ പീച്ച് കണ്ടോ? നല്ല ബുഷി പ്ലാന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ്റ്റിങ്ങിനൊക്കെ ഒരു മദർ പ്ലാന്റ് ആക്കി വളർത്താം അല്ലേ ചേട്ടാ? നല്ല ഭംഗിയാണ്. ഇതിന് ഗോൾഡൻ കളറിൽ നല്ല ലൈറ്റ് റോസ് കളറായിട്ട് ഫ്ലവർ വരും. പിന്നെ ഇത് ഏതാണ് ചേട്ടാ? ഇത് അതിന്റെ പേര് എനിക്ക് പേരൊന്ന് പൊക്കിയുടെ പ്ലാന്റ് പേര് അറിയാത്ത നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ. പേര് അറിയില്ല, ഇപ്പോൾ വെച്ചോ. പിന്നെ ഏതാണ് നമ്മുടെ കയ്യിൽ കാണിക്കാനുള്ളത്? അത് പഴയ വെറൈറ്റിയിൽ വരുന്നതാണ്. അതറിഞ്ഞാണോ? ഇത് കാലിഫോർണിയ യെല്ലോ എന്നൊക്കെ പറയുന്നത് പഴയതിൽ വരുന്ന. പിന്നെ ഇതും അറിയില്ല, ഐഡിയ അറിയില്ല. സെയിം കാണിച്ചത് നേരത്തെ അല്ലേ? ഇതേതാ? ഇത് ഇലക്ക് വ്യത്യാസമുണ്ട്. ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഡയമണ്ട് പിങ്ക് അല്ലേ? ഓക്കെ, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതും നമ്മൾ നേരത്തെ കാണിച്ച വെറൈറ്റി ആണ്. ഇത് ഏതായിരുന്നു? സിംബോസിസ് അല്ലേ? സിംബിയോസിസ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതോ? അതിന്റെ പേര് എനിക്കറിയില്ല, കറക്റ്റ് ആയിട്ട് അറിയില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇതേത് വെറൈറ്റി? ഇത് നമ്മുടെ വയലറ്റ് സെപ്റ്റംബറിലെ വെരിഗേറ്റഡ്. വെരിഗേറ്റഡ്.
ഇപ്പൊ ഇവിടെ കുറെ പ്രാവശ്യം ഇറക്കി കൂട്ടിയിട്ടുണ്ടല്ലേ? ഉണ്ട്, പുതിയ varieties ഒക്കെ ഉണ്ട്. മാക്സിമം സംഭവങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകൾ ഉണ്ട്. ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇതിപ്പോ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥലത്തായാലും സ്റ്റോക്ക് കുറവാണ് അല്ലേ? അതെ അതെ അതെ. നമ്മൾ തപ്പിത്തെരഞ്ഞിട്ടാണ് പല സ്ഥലങ്ങളും. ഏകദേശം തീരാറായിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. ഇതേത് വെറൈറ്റി ആയിട്ടാ? ഇത് RJ തീമ എന്ന് പറയുന്ന വെറൈറ്റി. RJ തീമ അല്ലേ? അതെ അതെ. ഓക്കെ. ഇത് നമ്മുടെ ഗോൾഡൻ മെട്രോ ബാമ്പിനല്ലേ? അല്ലല്ല, ഇത് ഗോൾഡൻ ബ്രിസ റെഡ് ആണ്. പക്ഷെ പെട്രോ ബാമ്പിനോടൊരു അതിന്റെ ചായ കച്ചില് ചായ ഉണ്ടല്ലേ? ഇതേതാ? ഇത് മൂൺലൈറ്റ് യെല്ലോ. മൂൺലൈറ്റ് യെല്ലോ അല്ലേ? ഓ അത് നല്ല ഭംഗിയുള്ളൂ അത്. നല്ല ഭംഗി. കാണിച്ചിരുന്നോ? ഇത് ഇത് ഫ്ലെയിം യെല്ലോ. ഫ്ലെയിം യെല്ലോ അല്ലേ? ഓ ഇത് നമ്മുടെ പിങ്ക് പാന്തർ അല്ലേ? ഇത് പിങ്ക് പാന്തർ. ഓ നല്ല ഭംഗി. എപ്പോഴും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ പിങ്ക് പാന്തർ, വൈറ്റ് പാന്തർ. ഫെയ്ഡ് ആയതാണ്. നല്ല ആണല്ലേ? നല്ല ഭംഗിയില് പൂക്കൾ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് കേട്ടോ കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രം. ഇത് നമ്മുടെ ഇതിന്റെ യെല്ലോ ഫോക്സ്റ്റൈലിന്റെ വലിയ മദർ പ്ലാന്റ് അല്ലേ? വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. കാട് പോലെ വളർന്നത്. ഇതിന് ഒരുപാട് കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാട്ടാ. അല്ല ഇങ്ങനെ കാണാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റികളാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ചേച്ചി നമുക്ക് പരിചയപ്പെടുത്തി തരും. നിങ്ങളൊന്നും കാണാത്ത ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി. അതിലേറ്റവും ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ചേച്ചി ഫോക്സ്റ്റെയിൽ യെല്ലോ വെരിഗേറ്റഡ് അല്ലേ? വേണ്ട, ഫോക്സ്റ്റെയിൽ യെല്ലോ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ വെരിഗേറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ്? പിന്നെ ഗോൾഡൻ ബ്രിസ. ഗോൾഡൻ ബ്രിസ റെഡ് ആണോ? റെഡ്. ഗോൾഡൻ ബ്രിസ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. അതേത് ചേച്ചി വെറൈറ്റി? ഗോൾഡൻ പെട്രോ ബാമ്പിനോ. ഗോൾഡൻ പെട്രോ ബാമ്പിനോ. ഇത് നിങ്ങൾക്ക് ചെറിയ പ്രൈസിൽ കിട്ടില്ല, കാരണം അത് അത്യാവശ്യം പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. ഇത് ഫോക്സ്റ്റെയിൽ പിങ്ക്. ഫോക്സ്റ്റെയിൽ പിങ്ക് ആണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ പിങ്ക് സയാപ്പ് അല്ലേ? പിങ്ക് സയാപ്പ് എന്ന് പറഞ്ഞുള്ള വെറൈറ്റി ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭയങ്കര ലീഫാണ് അതിന്റെ ഭംഗി അല്ലേ? പൂവും ചെറിയൊരു ലൈറ്റ് റോസ് ആണ്. അപ്പോൾ പിന്നെ ഏതാ ഇത്? ഏത് ചേച്ചി? ഇത് ഫോക്സ്റ്റെയിൽ ഓറഞ്ച്. ഫോക്സ്റ്റെയിൽ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് റെയിൻബോ. റെയിൻബോ വെരിഗേറ്റഡ് ആണല്ലോ അത്? വെരിഗേഷൻ വന്നിട്ടുള്ളതാണ്. ഒരേ പ്ലാന്റ് തന്നെ വെരിഗേഷനും ഗ്രീൻ ലീഫ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ അവിടെ കണ്ട ഇതും ആ ഫോക്സ്റ്റെയിൽ വെരിഗേറ്റഡ് ആണ്. ഓറഞ്ച് റെയിൻബോ പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. MS പെറാക്ക് യെല്ലോ മിക്സ്. MS പെറാക്ക് അല്ലേ? പേരുകൾ തന്നെ ഒരു വെറൈറ്റി പേരുകളാണ് കേട്ടോ. ഇതത് ഏത് വെറൈറ്റി ഇതായിരിക്കുന്നത്? ഈ ഒരു വെറൈറ്റി അത് ഗോൾഡൻ ബിഗോജസ്. ഗോൾഡൻ ബിഗോജസ് ഒക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് കേട്ടോ. ഗോൾഡൻ ബിഗോജസ് ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതും ഈ പറഞ്ഞ ഫോക്സ്റ്റെയിൽ ഓറഞ്ച് റെയിൻബോ അതിൻ്റെ ഒക്കെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. അത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടല്ലോ അത്? ഇത് ഓറഞ്ച് സെപ്റ്റംബർ. ഓറഞ്ച് ഇത് പഴയ പ്ലാന്റ് ആണല്ലേ? ഇത് ഓറഞ്ച് സെപ്റ്റംബർ ആയിരുന്നു. ഇത് ഓറഞ്ച്. ഓക്കെ ഓക്കെ. ഓറഞ്ച് അതന്നെ. ഓറഞ്ച് സെപ്റ്റംബർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതും അതിനാന്നുണ്ടല്ലേ? ഇത് മൂൺലൈറ്റ് അദർണ. മൂൺലൈറ്റ് അദർണ മറ്റേനാളും കുറച്ചും കൂടെ ഭംഗിയുണ്ടല്ലേ? ഒരു കളർ വരുന്നുണ്ട് ആണല്ലേ? ചെറിയ ഫ്ലവറൊക്കെ അതേപോലെ തന്നെയാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വാട്ടർമെലൺ കിസ്. വാട്ടർമെലൺ കിസ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഇത് പഴയ വാട്ടർമെലൺ കിസ് തന്നെയല്ലേ? ഭയങ്കര ഭംഗിയാണ്. ഇത് തണ്ണിമത്തം മുറിച്ച പോലെ അങ്ങനെയാണ് ഇതിന് പറയാട്ടാ. നന്നായി പൂക്കളും ഉണ്ടാവും. ഇത് അവിടെ ഉണ്ട്. ചിത്ര ഗോൾഡ് അല്ലേ? പിന്നെ നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ കുറേ വെറൈറ്റികൾ ഇങ്ങനെ പൂവിടാത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ സെയിൽ സെക്ഷനിൽ വന്നിട്ടുള്ള ചെറു പ്ലാന്റുകളാണ്. ഇപ്പം നമ്മൾ ഈ കണ്ട വെറൈറ്റികളിലൊക്കെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇതിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെയൊക്കെ പ്ലാന്റുകളാണല്ലേ ചേച്ചി? ഒക്കെ ഓരോരോ വെറൈറ്റികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് ചാഴൂര്, തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയ്ക്ക് അടുത്താണോ? പെരിങ്ങോട്ടുകരയ്ക്ക് അടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ വരിക. സാധനം വരിക, സെലക്ട് ചെയ്യുക, പോവുക. അത്യാവശ്യം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് നൈപുണ്യം സാധനങ്ങൾ കിട്ടൂട്ടാ. ഇത് നമ്മുടെ മൂൺലൈറ്റ് അല്ല തോന്നുന്നില്ല? മൂൺലൈറ്റ് യെല്ലോ. പിന്നെ അങ്ങനെ ഇവിടെ ഒരു ഇത് നമ്മുടെ ഏതാ ചേച്ചി? ഇത് ഏത് വെറൈറ്റി? അത് പഴയ ഒരു വെറൈറ്റി ടൈഗർ ബ്രൂണി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. ഇത് റാവു വെറൈറ്റി ആണോ? റാവു വെറൈറ്റി ആണ്. ഇത് എപ്പോഴും ഡിമാൻഡ് ഉണ്ടെന്നുണ്ടല്ലേ? ഇതിന്റെ ലീഫും ഫ്ലവറും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് സുവർണ. ഇത് സുവർണ. മഴയിലല്ലേ? അത് സുവർണ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതിന്റെ കളർ എപ്പോഴും ചെറിയൊരു മഞ്ഞപ്പ് വരുന്നുണ്ടല്ലേ? സ്വർണ്ണ നിറം പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയിലാണ് ഇത് വരാ. ഇങ്ങനെ പിന്നെ ഇതൊരു ഈ ഒരു കളറിലേക്ക് വൈറ്റും യെല്ലോയും മിക്സ് ആയിട്ട് നിൽക്കും. മഴ പെയ്തതിന്റെ ഒരു ഓക്കെ ഓക്കെ. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവരെല്ലാം അത്യാവശ്യം 10,000-4,000 പ്ലാന്റുകൾ നിങ്ങളുടെ സെയിലുണ്ടെന്നുണ്ടല്ലേ?
സെയിൽ പ്ലാന്റ് മാത്രം നമ്മളിലുണ്ട് കേട്ടോ. ചില്ലി ആയിക്കോട്ടെ, ഫ്ലെയിം, റൂബി, ഫയറോപ്പാൽ, ഇതിൻ്റെ ഒക്കെ പ്ലാന്റുകൾ റെഡി ടു സ്റ്റോക്ക് ഉണ്ട്. ഇത് സെയിലിനായിട്ടുള്ളതാണ് ഈ കാണുന്നത് മൊത്തം. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മൾ. ഇത് 8 ഇഞ്ച്, 7 ഇഞ്ച്, 7 ഇഞ്ച്, 10 ഇഞ്ച്, പിന്നെ അങ്ങനെയാണ് മദർ പ്ലാന്റ് ഒക്കെ ആവശ്യമുള്ളവർക്ക് 10ഉം 14 കൊടുക്കില്ലേ? ഇത് ഏത് വെറൈറ്റി വരുന്നത്? ഇത് സൺസ്റ്റോൺ വൈറ്റ്. സൺസ്റ്റോൺ വൈറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഈ വൈറ്റിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ? ഒരുപാട്. ഇവിടെ വൈറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ ഡോൾഫിൻ എന്ന് പറഞ്ഞാണോ? കാരണം ഞാനിപ്പോ ഇതിന്റെ ഒരുവിധം പേരുകൾ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ബൊഗൻവില്ലയുടെ ചെറിയ ക്രേസ് ആയിട്ട് നടക്കുന്നുണ്ട്. ടുഫിൻ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫിനാണ് പ്രത്യേകത അല്ലേ? ലീഫ് ഒരു നല്ല വലിയ പിങ്ക് ഫ്ലവർ ആണ്. പിങ്ക് ഫ്ലവർ ആണ്. ഈ വെരിഗേറ്റഡ് ലീഫിൽ ആ ഒരു ഫ്ലവർ വരുമ്പോൾ നല്ല രസമാണല്ലേ? ഓക്കെ ഓക്കെ. ഇതെല്ലാം സെയിലിനാണ്. ഇതൊക്കെ അതിന്റെ ചെറു പ്ലാന്റ് ആണെന്നുണ്ടല്ലേ? അതിന്റെ ചെറു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ ചെറു പ്ലാന്റുകളാണ് അതിന്റെ. ഇത് ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് പിങ്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിങ്ങനെ ഈ ഇതിന്റെ വേറെ കളർ ചേഞ്ചും ഉണ്ട്. ഈ നമ്മുടെ ഈ ഗാർഡനിൽ ഇപ്പൊ എത്ര വെറൈറ്റികൾ ഉണ്ട് ബൊഗൻവില്ലയില്? ഇപ്പൊ പുതിയതായിട്ട് കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഒരു 100 വെറൈറ്റി മൊത്തത്തിലുണ്ടാവില്ലേ? എങ്ങനെ പോയാലും 100 വെറൈറ്റി ബൊഗൻവില്ലാസ് നമ്മുടെ നൈപുണ്യയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ നൈപുണ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നല്ല മറ്റ് നഴ്സറികളെ കമ്പാരിസൺ ചെയ്തിട്ട് നല്ല വില കുറവിലാണ് പ്ലാന്റുകൾ വിൽക്കണതെന്ന് പേഴ്സണലി ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എങ്ങനെയായാലും നിങ്ങൾക്ക് മേടിക്കാം. ഞായറാഴ്ച ഒക്കെ നഴ്സറി ഉണ്ടല്ലേ? അപ്പോൾ ഇതേതാണ് വെറൈറ്റി ചേച്ചി? ഇത് വിയറ്റ്നാമിക്സ് എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റി തന്നെയാണ്. വിയറ്റ്നാമിക്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ പുതിയത് ഇറങ്ങിയ ഓറഞ്ച് ഫോക്സ് ടെയിലാന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ രണ്ട് കളറായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സിൽവർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണെന്നുണ്ടല്ലേ? ഇതിന്റെ മദർ പ്ലാന്റ് നമ്മുടെ ഉണ്ടോ? ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ് ആണ്. ഓക്കെ. അത് ഫർമോസ ഒന്നുണ്ടല്ലോ കാരണം അത് ആണല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമുക്ക് എല്ലാ പ്ലാന്റും ഒരുമിച്ച് അടുത്തടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം അത്രയും പ്ലാന്റുകൾ വരയില് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ സൂഫിയന്തിയാനാണല്ലേ? ഇത് സൂഫിയന്തിയാന എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് നമ്മുടെ ബട്ടർ കപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ. പക്ഷെ ഇത് പൂവ് അത്രയ്ക്ക് വലുപ്പമായിട്ടില്ല അല്ലേ ചേച്ചി? ഭയങ്കര വലുപ്പം വരുന്ന ഫ്ലവർ ആണ്. ഇത് സെൻസിറ്റീവ് ആണ് ഈ പ്ലാന്റ്? ഇതിപ്പോ ഗ്രാഫ്റ്റഡ് ആണ്. കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് തോന്നി. ഇപ്പൊ മഴ പെയ്യുമ്പോ നീക്കി വെക്കുന്നതായിരിക്കും കുറച്ച് നല്ലതല്ലേ? ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മദർ പ്ലാന്റ് ആക്കി നിങ്ങൾക്ക് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു 10-50 പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാം അല്ലേ ചേച്ചി? ഇതിപ്പോ ഒരു 12 ഇഞ്ച് പോട്ടിലായിരിക്കുന്നത്. അത്രയും സൈസും ഉണ്ട്. ഇനിയിപ്പോ ഈ അടുത്ത കാലത്ത് ഒന്നും ഇതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയം ഒന്ന് മണ്ണ് മകറ്റി ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മതിയില്ല. അങ്ങനെ ഇത് നമ്മുടെ ഈ ജുവലാണോ? അത് ജുവൽ വെറൈറ്റി ആണ്. ഇതുപോലെ പിങ്ക്, പീച്ച്, യെല്ലോ ഒക്കെ ഉണ്ടല്ലേ? അതിങ്ങനെ തുമ്പത്ത് ഇങ്ങനെ നിറച്ച് പൂവായിട്ട് ഉണ്ടാവൂട്ടാ. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. സൂപ്പർ വെറൈറ്റി ആണ്. പിന്നെ ടാങ്ലോങ് വെറൈറ്റി. ഇത് ടാങ്ലോങ് യെല്ലോ ഒക്കെ ഉണ്ടല്ലോ. റെഡ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് ഒക്കെ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യണേ? ഇത് നമ്മൾ 350, 200 അങ്ങനെ കളറിനെ ബേസ് ചെയ്തിട്ടാണ്. സൈസും ഒക്കെ നോക്കിയിട്ടാണ്. കളർ, സൈസ്, പോട്ടിന്റെ ഇത് സൈസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് വരുന്നത്. ഇതേതാ ചേച്ചി? ഇത് ജുവലിന്റെ വെരിഗേറ്റഡ് പിങ്ക് ആണ്. പിന്നെ ഇതേതാ? അത് ഫോക്സ് ടെയിൽ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ലോണം ഇങ്ങനെ പൂവുണ്ടാവും അല്ലേ? നല്ല പോലെ പൂവുണ്ടാവുന്ന വെറൈറ്റിയാണ് ഫോക്സ് ടെയിൽ റെഡ് എന്ന് പറയുന്നത്. ഇതേപോലെ ഇങ്ങനെ കൊല കുത്തി ഉണ്ടാവും കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതേതാ ചേച്ചി? അത് ലേഡി ബേർഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. ഇത് നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ? അതെ, കുറച്ചും കൂടി ഡാർക്ക് കളർ വരില്ലേ? ഇതിങ്ങനെ നോക്കിയാൽ കുരുകുരുന്നെ നിറച്ച് ബഡുകളാണ് കേട്ടോ നിങ്ങൾ വരുന്നത് കേട്ടോ. ഫ്ലവർ വലുപ്പം വെക്കുന്നുണ്ടല്ലോ അത്യാവശ്യം? കുറച്ചുകൂടി വലുപ്പം വെക്കും. ഇതിപ്പോൾ വളർച്ചയുടെ സ്റ്റേജ് ആയിട്ടുള്ള വളർന്ന് വരുന്നുള്ളൂ കേട്ടോ. ഇതേത് ചേച്ചി ഈ വെറൈറ്റി? അത് റെയിൻബോ വെരിഗേറ്റഡ് അല്ലേ? ഓക്കെ. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ. ചിലതൊക്കെ പൂവിനേക്കാളും ഭംഗി ലീഫാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ? പൂവിനേക്കാളും ഭംഗി ലീഫായിട്ടുള്ള വെറൈറ്റികളുണ്ട്. പിന്നെ ഇതൊക്കെ സെയിൽ പ്ലാന്റ് ആണ്. ഇത് ഗോൾഡൻ സൺഷൈൻ ആണോ? ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് ഗോൾഡൻ സൺഷൈൻ. ഇത് ഇത്തിരി വലുതായി പോകുന്ന ടൈപ്പാണ് അല്ലേ? പക്ഷെ ഫ്ലവർ മറ്റു പ്ലാന്റുകളെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് വലിപ്പമുണ്ട്. മിക്സഡ് കളർ ആയതുകൊണ്ട് കാണാനും ഭംഗിയാണ്. ഇതൊരു മൾട്ടിഗ്രാഫ്റ്റ് പോലെയാണ് എപ്പോഴും ഇരിക്കുക. റോസ്,
ചെറിയ ഇത് അങ്ങനെ മഞ്ഞ ഓറഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് പ്ലാന്റുകൾ നൈപുണ്യയിൽ കൊടുക്കാനുണ്ട്. ഈ കാണുന്നതൊക്കെ അതാണ്. പിന്നെ ഓറഞ്ച് ഫോക്സ് ടെയിലിൻ്റെ ഫയർ ഒപ്പാലിൻ്റെ വലിയൊരു ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുക്കാനാണ് എപ്പോഴും ഡിമാൻഡുള്ള സാധനമാണ് ഫയർ ഒപ്പാൽ കേട്ടോ. ഒരു പ്ലാന്റിങ്ങിന് നിങ്ങൾ ഇത് കരുതണം. പിന്നെ ഇത് നിങ്ങളുടെ വലിയൊരു സംഭവമാണുള്ളത് അല്ലേ, ഈ ലവ് ചിഹ്നത്തിലെ ലവ് ഷേപ്പില് ഇതിൽ ഏതൊക്കെ പ്ലാന്റുകൾ? സൺറൈസ് വൈറ്റും സ്വീറ്റ് ഹാർട്ട് ആണുള്ളത്. സ്വീറ്റ് ഹാർട്ട് ഒക്കെ കൊഴിഞ്ഞ് നിൽക്കാണ്. ആണല്ലേ. ഇതിന്റെ ഫ്രെയിം ചെയ്തത് നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇതില് ഫ്ലവറിങ് എപ്പോഴെങ്കിലും ഫുൾ ഫ്ലവറിങ് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പൊ കൊഴിഞ്ഞതാ. നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ പറ്റും ഇങ്ങനെ ഈ മുള്ളു പോലെ നിൽക്കുന്നൊക്കെ ഫ്ലവർ പോയതിന്റെ ഇതുകളാണ് കേട്ടോ. അപ്പൊ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ? ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് അത്യാവശ്യം കോസ്റ്റ് ആണെന്നുണ്ടല്ലേ ഈ ഫ്രെയിം അടിച്ചെടുക്കാനായിട്ട്? അത്യാവശ്യം നല്ല കോസ്റ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ ഇത് ഏകദേശം നമ്മുടെ കാണിക്കാനുള്ളത് ഇതൊക്കെ സെയിലിനാണ് കേട്ടോ. നമ്മുടെ ഗ്രാഫ്റ്റ് പ്ലാന്റുകൾ നമ്മൾ നേരത്തെ കാട്ടിയത്. ഇത് നമ്മുടെ ഫയർ ഒപ്പാല്. പിന്നെ ഏതാണ് നമ്മുടെ ഇതിൽ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലേ? ഓക്കെ. ഇത് എത്ര സെന്റിൽ നമ്മൾ ഈ ഒരു നഴ്സറി ഉള്ളത്? ഒരു 10-30 സെന്റ് ഉണ്ടാവില്ല? 40 സെന്റിൽ ഏകദേശം 10-200ഓളം വെറൈറ്റികൾ മാത്രം ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സെയിൽ പ്ലാന്റ് ആണ്. ഏത് വെറൈറ്റി വന്ന് ചോദിച്ചാലും ഇവരിൽ അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം പ്ലാന്റുകൾ സെയിലായിട്ടുണ്ട്. ഒരു പാടം പോലത്തെ ഒരു സ്ഥലത്താണ് ഇവരത് ചെയ്യുന്നത്. അത് നമ്മുടെ ഇതാണ് ചേച്ചി, സിംഗപ്പൂർ പിങ്ക് ആണോ? അത് സിംഗപ്പൂർ പിങ്ക്. അത് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മുടെ നഴ്സറിയുടെ വേറൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ സക്കൂറ, നേരത്തെ കണ്ട സക്കൂറ അല്ല അത്? അതിന്റെ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ ഒരു സാധാരണക്കാരനൊക്കെ മേടിച്ച് വെക്കാവുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കില്ലേ ഇത്? ഓക്കെ. റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും. അല്ല, സക്കൂറയ്ക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ഇതിങ്ങനെ വെരിഗേറ്റഡ് ലീഫിൽ ഇങ്ങനെ ലൈറ്റ് റോസ് കളർ ഫ്ലവർ ആണ് കേട്ടോ. ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റുകൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ കഴിയുന്നതിനനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇത് നമ്മുടെ റൂബിയുടെ ഒക്കെ റൂബി ഫ്ലെയിം ഉണ്ട്. ഇത് ഫ്ലെയിം ആണല്ലേ? അത് മഴ പെയ്തിട്ട് കളർ ഫെയ്ഡ് ആക്കുന്നതാണ്. ഫ്ലെയിം ഒക്കെ എപ്പോഴും നിങ്ങൾ മേടിച്ച് വെക്കേണ്ട ഒരു വെറൈറ്റി ആണ് ഫ്ലെയിം റെഡ്. ഇതൊക്കെ ഇവരുടെ റൂട്ട് ഇതാണ്, മദർ പ്ലാന്റ് ആണ്. ഇതൊക്കെ 24 ഇഞ്ച് പോട്ടിലാണ്. ഇതൊക്കെ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും, ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും. ഇത് ഏത് വെറൈറ്റി? കട്ടിങ്സ് എടുക്കാറുള്ളതാണല്ലേ? ഇത് വാട്ടർമെലൻ ഗിസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർമെലൻ ഗിസ്. ഇത് ഗ്രാഫ്റ്റഡ് ആണ്. അത് ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ ഈ പ്ലാന്റ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് മഴയത്ത് അധികം ഇഷ്യൂ ഇല്ലാന്നുണ്ടല്ലേ? നാടൻ റൂട്ട് സ്റ്റോക്കിൽ ചെയ്യണ കാരണം. ചേച്ചി ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടല്ലേ? അപ്പൊ ചേച്ചി ഗ്രാഫ്റ്റ് ചെയ്ത കുറെ പ്ലാന്റുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു വെറൈറ്റി സെറ്റപ്പിൽ ചെയ്തതാണ് നെറ്റിലല്ലേ ചേച്ചി? അപ്പോൾ ഇത് നമ്മുടെ ഫയർ ഒപ്പാല്, ഫ്ലെയിം, അങ്ങനെ 3 വെറൈറ്റി. അതില് ഫയർ ഒപ്പാലും ഫ്ലെയിമും ഗ്രാഫ്റ്റാണ്. ഒരു എക്സ്ട്രാ വെച്ചിട്ട് അങ്ങനെ നെറ്റ് ഇട്ടു. ഇത് പക്ഷെ റീപോർട്ട് ചെയ്യുന്ന ടൈമിൽ ഇത്തിരി പാടുപെടൂല്ലേ? ചവറ് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അതന്നെ. അങ്ങനെ വരുമ്പോൾ സൈഡിൽ ഒരു ഡോർ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി അല്ല, ഒരു സെറ്റപ്പ് ഒരു ക്യൂബ് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ അടർണ അല്ലേ? ഇത് അർജുന. ഇത് രണ്ടും അദർണ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നോക്കണ്ട, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ അദർണ എന്ന് പറയുന്നത്. ഈ ബൊഗൻവില്ല, അതന്നെ ബൊഗൻവില്ല ലവേഴ്സിന്റെ ഇടയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റാണ് അദർണ എന്ന് പറയുന്നത്. അത്യാവശ്യം കട്ടിങ്സും കിട്ടും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിപ്പോ മഴ പെയ്തതിന്റെ പേരിലാണ്. വരുമ്പോ ഏകദേശം ഈ കളറായിരിക്കും അല്ലേ? ഡാർക്ക് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് അദർണ എന്ന് പറയുന്നത്. ഇതെല്ലാം സെയിൽ പ്ലാന്റ് ആണ്. ഇത് ഏതാ ചേച്ചി വെറൈറ്റി? അത് ഫോർമോസ തന്നെയാണ്. ഫോർമോസ മിനിയേച്ചർ ആണോ? ബുഷി ടൈപ്പ് ആണ്. ബുഷി ടൈപ്പ് ആണ്. മിനിയേച്ചർ ഫോർമോസ എന്ന് പറഞ്ഞ ടൈപ്പ് ആണിത്. പിന്നെ ഇത് ഇങ്ങോട്ട് കാണുന്നതൊക്കെ സെയിൽ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ സുബിൻ ചേട്ടനാണ് കേട്ടോ. അതായത് നമ്മുടെ കീർത്തന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ആൾ ഇത്തിരി തിരക്കിലാണ്, കാരണം ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ട് അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്ക്. ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെ ഇതിന്റെ എപ്പോഴും ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു പ്ലാസ്റ്റിക് ഇല പോലെയാണ് ഡയറക്റ്റ് നമ്മൾ കാണുന്ന നേരത്ത്. ഇത് ഭയങ്കര ബ്ലൂമിങ് ആയിട്ടുള്ള നന്നായി ഫ്ലവർ ചെയ്യും. കാരണം ഞാനിത് നമ്മുടെ ആനിച്ചേച്ചിയുടെ വീട്ടിൽ ഇതിന്റെ ഫ്ലവറിങ് ആയിട്ടുള്ള ഇത് കണ്ടിരുന്നു. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നല്ല കരിമ്പച്ച കളറ് ഇലയാവട്ട. ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് മേടിച്ച് റീപോർട്ട് ചെയ്ത് ചാണപ്പൊടിക്ക് ഇട്ട് കൊടുത്താൽ നല്ല പച്ച കളറായിട്ട് വരുന്ന വെറൈറ്റിയാണ്. നല്ല സൈസുള്ള വെറൈറ്റിയാണ്. നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. ഒരുപാട് 10, 50, 60 പ്ലാന്റുകൾ ഉണ്ടല്ലോ അത് സെയിലിനായിട്ട്. അപ്പോൾ
നമ്മൾ അത്യാവശ്യം കസ്റ്റമർ ഒരുമിച്ച് ഒരു 10 രൂപ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വില കുറവിൽ കൊടുക്കില്ലേ നമ്മള്? നല്ല ഡിസ്കൗണ്ട് ചെയ്ത് തരും. ഓരോ പ്ലാനും നമ്മള് മൊത്തത്തില് ഡിസ്കൗണ്ട് ചെയ്യൂല എന്തായാലും. ഓക്കെ, ഒരു 3000 രൂപയൊക്കെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തായാലും നല്ല മാന്യമായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും. ഇത് നമ്മുടെ ഇതാണോ? ഇത് ബ്രിസ പീച്ച് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഏത് വെറൈറ്റി ചേച്ചി? ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മളവിടെ ഗ്രാഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു വെറൈറ്റി ചെറിയ പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഇത് നമ്മുടെ മിസ് വേൾഡ്. ഇത് എപ്പോഴും താരം തന്നെയാണല്ലേ? മിസ് വേൾഡ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ എപ്പോഴും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇവരുടെ. ഒരുപാട് പൂക്കളൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നത് കാണാനും പറ്റും. ഇതിലേ വരും. ഇതൊക്കെ ഇത് മിസ് വേൾഡിന്റെ വലിയ ഹ്യൂജ് പ്ലാന്റ് അല്ലേ? ഇത് റൂട്ട് പ്ലാന്റ് അല്ലേ? റൂട്ട് പ്ലാന്റ് ആണ്. ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ മേടിച്ചു വെച്ചാൽ ഇതിപ്പോ ഞങ്ങൾ കളക്ട് ചെയ്യണ സമയത്ത് ഒരു 5-6 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും. ഇത് വലിയ 24 ഇഞ്ചിന്റെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര ബ്ലൂമിങ് ആയിട്ടുള്ള ഫ്ലവർ ആണ് ഇതിന്റെ. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതാണ് ഇതിന്റെ പൂവിന്റെ ഇതെന്ന് പറയുന്നത്. വെള്ളയും പിങ്കും അല്ലേ? അതായത് ഈ വെള്ള സ്റ്റേജിൽ നിന്നാണ് ആദ്യം തുടങ്ങുക. അല്ല, മിക്സ്ഡ് ആണല്ലേ? ചിലപ്പോ വൈറ്റില് വരും, ചിലപ്പോ പിങ്ക് കൂടുതലുണ്ടാവും, മിക്സ്ഡ് ആയിട്ട് വരുന്നല്ലേ? ഭയങ്കര ഭംഗിയായിട്ട് നിങ്ങൾ എന്തായാലും കളക്ട് ചെയ്ത് വെച്ചോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് മിസ് വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്പ്ലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റി ഏകദേശം സിമിലർ ആണ് അല്ലേ? അതുപോലെ മാജിക് ഐസ്ക്രീം അതൊക്കെ കൂടി ഉണ്ടല്ലേ? ഇതെന്തായാലും നിങ്ങൾ കളക്ട് ചെയ്തോട്ടെ. ഇതിന്റെ പ്ലാൻ ഉണ്ടാവില്ലേ കൊടുക്കാനായിട്ട് ഉണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഫയറോപ്പാലിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ കാണുന്നത്. ഇതില് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ പൂവിന്റെ ഉള്ളിൽ വരുന്ന ഈ വെള്ള ഇതാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതാണ് പൂവില്ലേ? നമ്മളെല്ലാവരും തെറ്റിദ്ധാരണ ഈ കാണുന്ന ഓറഞ്ച് ആണ് പൂന്നാണ്. പക്ഷെ ഇതിന്റെ പ്രൊഫഷണൽസ് പറയുന്നത് ഇത് ഇതളാണ്, ഇലയാണ്. ഈ ഓറഞ്ച് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലയാണ്. ഈ പൂവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വരുന്നതാണ് ഈ ഇല. അതിനൊരു കളർ കൊടുത്ത് ഇതാണ് കേട്ടോ പൂവ്. ഈ വെള്ളയാണ് പൂവ്, ഇത് ഇലയാന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെന്താ പറയാ? അത് മേലന്റെ ഇല. കൂടുതലൊക്കെ ചോദിച്ചാൽ പണി പാടും അല്ലേ? ഞാൻ നൈപുണ്യൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇവരെ ചാനലിൽ ലിങ്ക് അടിയിൽ കൊടുക്കട്ടെ. കാരണം ഇവര് കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ചാനലിൽ ഇടുന്നത് ഓരോ വെറൈറ്റികളുടെ പ്രത്യേകതകളാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാനതിൽ നമ്മുടെ കൊളാബിലും ഇവരുടെ ഇത് കൊടുത്തിട്ടുണ്ടാവും, നൈപുണ്യ ചാനലിൻ്റെ ഇത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഇത് റൂബി റെഡിൻ്റെ വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇത്രയും വലുതാക്കാനായിട്ട് ഇവർക്ക് ഏകദേശം 8 വർഷത്തോളം എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 8 വർഷമല്ലേ ചേച്ചി? ഇവരൊക്കെ ഇത് ഇറങ്ങി ഫസ്റ്റ് ഞങ്ങൾ ഹൈബ്രിഡ് വാങ്ങിയ ആദ്യത്തെ ഹൈബ്രിഡ് ആണല്ലേ? ഇത് ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ, നമ്മുടെ റൂബി റെഡ് എന്ന് പറഞ്ഞ ഈ വെറൈറ്റി. അത്രയും ആവശ്യക്കാരുണ്ട്. അപ്പം നമുക്ക് നഴ്സറിയുടെ വേറെ സൈഡിലേക്ക് പോയാലോ ചേച്ചി? ഓക്കെ. അപ്പം നമ്മുടെ നഴ്സറിയിലത്തെ നൈപുണ്യത്തെ വേറൊരു സെക്ഷനാണ് ഈ കാണുന്നത്. ഇതിലെ പക്ഷേ എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത് ഈ വയലറ്റ് ഏതാണെന്നാണ്. ഇത് പണ്ടത്തെ വെറൈറ്റികളാണ്. പണ്ടത്തെ വെറൈറ്റിയാണ്. അപ്പൊ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം 10-200 വെറൈറ്റികളൊക്കെ എപ്പോഴും പേരോർത്തിരിക്കാന്ന് പറഞ്ഞാൽ ഈ വയലറ്റിൽ തന്നെ കുറേ വെറൈറ്റികൾ ഉണ്ടല്ലേ? ഇതിനൊക്കെ തൈ ഉണ്ടോ? തൈ ഉണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിച്ചോ. ഇത് ഏത് വെറൈറ്റി? ഇത് ഹവായി പിങ്ക് ആണ് കേട്ടാ. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ്. ഹവായി വയലറ്റ്, പിങ്ക് വേറെ ഉണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റ് ആണ്. പിന്നെ പേര് പോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് മഹാറാണി എന്ന് പറഞ്ഞ പേരിനോട് 100% നീതി പുലർത്തിയ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നോണ്ട് അങ്ങനെ വിട്ടിട്ടുള്ളതാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ നോക്കി നോക്കിയാൽ ഇതിനൊക്കെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. മഴയ്ക്കുള്ള ഏകദേശം ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഏതാ പ്ലാന്റ്? ചിത്ര ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ചിത്ര ലിപ്സ്റ്റിക് അല്ലേ? ഇതിന്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു ഇതില്ല, ഇതിന്റെ സൈഡിൽ കൂടെ ഒരു പിങ്ക് ഷെയ്ഡ്, കുറച്ചുകൂടി ഡാർക്ക് ആവും. അവിടെയൊക്കെ കുറച്ച് ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് കാണാട്ടാ. ചിത്ര ലിപ്സ്റ്റിക് അല്ലേ? ചിത്ര നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ സ്റ്റെമ്മിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഏത് വെറൈറ്റിയുടെ പ്ലാന്റുകളാ? ഇതിലിപ്പോ ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിത്ര ഉണ്ടാവും, കൊറേ ഉണ്ട്, ചില്ലി, അതൊക്കെ ഒരു 200-250 റേഞ്ചിലൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും 150-നൊക്കെ ഉണ്ട് അങ്ങനത്തെ ഉണ്ടല്ലേ? ഓക്കെ, അത് ഓരോ വലുപ്പത്തിന് അനുസരിച്ചാണ്, പിന്നെ വെറൈറ്റി അനുസരിച്ചിട്ടാണല്ലേ. ഇത് ഏത് വെറൈറ്റി? ഇത് ലൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അങ്ങനെ ഒരു ബെഞ്ചായിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്യണ്ട. പിന്നെ അതിന്റെ കളർ ഉണ്ട്. ഓക്കെ. ഇതാണ് അതിന്റെ ഏറ്റവും ടോപ്പ് കളർ അല്ലേ?
നല്ല ഭംഗിയാണ് കേട്ടോ. ലൈക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് ഏത് നല്ല ഭംഗിയുണ്ടല്ലോ. അതില് ഫ്ലവർ വിരിഞ്ഞിട്ടില്ല. ചെറിയൊരു ഫ്ലവർ ഉണ്ട്, ചെറിയൊരു പിങ്ക് ഫ്ലവർ ഉണ്ട്. വെറൈറ്റിയുടെ പേര് അറിയില്ല അവർക്ക്. ഇതൊക്കെ വെറൈറ്റികൾ ഇറങ്ങുന്ന സമയത്ത് കളക്ട് ചെയ്ത് ഇത് ബ്രിസ റെഡ് ആണെന്നുണ്ടല്ലേ. പീച്ചാണ്. ഓ ഇത് വലിയ പ്ലാന്റ് ആണ്. ഒരു 3-4 കൊല്ലൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ കട്ടിങ്സ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യും, കുഴിച്ചിടും, പൊടിപ്പിക്കും, അങ്ങനെ. ഇതിനൊക്കെ പ്ലാന്റ് മുടലുണ്ടോ? ഇപ്പൊ പ്ലാന്റുകൾ കഴിഞ്ഞു. ഫസ്റ്റ് ടൈം ഒരു വീഡിയോ വന്നപ്പോ നമുക്ക് ബ്രിസകൾ ഇത് റൂട്ട് പ്ലാന്റ് ആണ്. ഗ്രാഫ്റ്റ് അല്ല. ഇവരിറങ്ങിയ സമയത്ത് ഇത് കളക്ട് ചെയ്ത് വെച്ചതാണ്. ഭയങ്കര ഭംഗിയായിട്ട് കാണാനായിട്ട്. പക്ഷെ പൂക്കളില്ല ഇപ്പൊ. അതന്നെ അതിന്റെ ഇതുകളാണെങ്കിൽ മുള്ളാണെങ്കിൽ നിൽക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഇപ്പൊ പൂക്കളില്ല, ഒക്കെ കഴിഞ്ഞു, കാലിയായി. ഇത് പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഗോൾഡൻ മാവ് അല്ലേ? ഗോൾഡൻ മാവ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുത്തു ചേച്ചി. ഇതിന്റെ ലീഫ് ഇതുപോലത്തെ യെല്ലോ കളർ ആയിരിക്കും. അതിന് ഫ്ലവർ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കളർ. ഭയങ്കര ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇല അതേപോലെ പൂ ഉണ്ടാവും അല്ലേ? നല്ല തിക്കായി. ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ നോട്ട് ചെയ്ത പ്ലാന്റ് ആണ് ഇത്. എനിക്കൊരാള് കട്ടിങ്സ് വന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കുറച്ച് സെൻസിറ്റീവ് ആണ് മഴയൊക്കെ. ഗ്രാഫ്റ്റിംഗ് പിടിച്ചിട്ടുണ്ട്, സക്സസ് ആണ്. ഇത് റൂട്ടഡ് പ്ലാന്റ് ആണല്ലേ? ഇതും കൊടുക്കും. പക്ഷെ നല്ല വില വരും വെറുതെ കിട്ടും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട, അത്യാവശ്യം നല്ല വില വരും. ഒരു 10 ഇഞ്ചിലുള്ള ചെടികൾ ഉണ്ടല്ലേ? ഓക്കെ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് എന്തായാലും ഒരെണ്ണം മേടിച്ചു വെച്ചോ. ചെടി ഇങ്ങനെ ആവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും, കാരണം വളർച്ച സ്ലോ ഗ്രോത്തിങ് ആണെന്നുണ്ടല്ലേ. ഓക്കെ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് മേടിച്ചാൽ നിങ്ങൾക്ക് ഇത് 100 കണക്കിന് പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തോ ഇതൊക്കെ ചെയ്തൊക്കെ ഉണ്ടാക്കി എടുക്കാം. പിന്നെ ഇവിടെ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതല്ലേ, ഒരു മഹാറായിലത്തെ വൈറ്റ് മാത്രം ഫ്ലവർ ആണല്ലേ? ഓക്കെ. അതേതാ വെറൈറ്റി? ആ നിൽക്കുന്നത് ഫെർമോസ ആണത്. ഫെർമോസ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഭയങ്കര ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള ഇതാണ്. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് സൂം ചെയ്തെടുക്കുന്നത്. ഇത് മദർ പ്ലാന്റ്സ് ഒക്കെ അതന്നെ. ഇത് അഡർനാണ്. അഡർന യെല്ലോ ആണോ? അല്ലല്ല. നമ്മുടെ തന്നെ ഈ ഒരു കളറാണ് ചേച്ചി നേരത്തെ വരുന്നു പറഞ്ഞതല്ലേ. ഭയങ്കര ഡാർക്ക് പിങ്ക് ആട്ടാ. എന്തായാലും മേടിച്ചു വെക്കേണ്ട ഒരു ഐറ്റം ആണ് ഇത്. നമ്മുടെ തായ് ഡിലൈറ്റ് ഇതും ഭയങ്കര ഫ്ലവറിങ്. ഇതിനിപ്പോ പിങ്ക് കുറച്ചും കൂടി നല്ല ഡാർക്ക് ആയിട്ട് വരുമല്ലേ? ഓക്കെ. ഇതാണ് ഫെർമോസ എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടാ. ട്വിസ്റ്റഡ് പർപ്പിൾ കേട്ടോ. അതിന്റെ ഇലക്ക് പ്രത്യേകത ഉണ്ടല്ലേ? പൂ ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇല നോക്കി നോക്കിയാൽ നിങ്ങള് പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെ ഇരിക്കും. പ്ലാസ്റ്റിക് ഇല പോലെ ഇരിക്കണം കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ട് കാണാം. ഫെർമോസ ഭയങ്കര ഭംഗിയാണല്ലോ അല്ലേ? ഇത് നമുക്ക് വലിയൊരു മരം പോലത്തെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ എല്ലില്ലാണ്ട് ഒരു ലവ് ഷേപ്പിലാണ് ഇപ്പൊ തന്നെ വന്നത്. നടുവിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ഇതെന്തായാലും കളക്ട് ചെയ്തോ. നിങ്ങൾ ഈ നഴ്സറിയിൽ വരുമ്പോൾ നോക്കേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിന്റെ ഭംഗിയും ആ ഒരു ഷെയ്ഡ് എത്രത്തോളം പൂട്ട് നിൽക്കുന്നുണ്ട്, മദർ പ്ലാന്റ് എത്രത്തോളം പൂട്ട് നിൽക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എപ്പോഴും പൂവുണ്ടായി നിൽക്കും. അങ്ങനെ നോക്കിയിട്ട് വേണം പ്ലാന്റ് എടുക്കാനായിട്ട്. ഈ ചെറിയ പ്ലാന്റ് തന്നെ ഫെർമോസ ഇല കാണാണ്ടാണ് പൂവുണ്ടായി നിൽക്കുന്നിട്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഇതൊരു പഴയ വെറൈറ്റി ആണല്ലേ? ഇതിലും നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. കണ്ട ഇതിന്റെ സ്റ്റെമ്മാണ് ഇങ്ങനെ പോയിക്കുന്നിട്ടാ. ഭയങ്കര ഭംഗി കാണാനായിട്ട്. പിന്നെ ഇവിടെയും കുറെ വെറൈറ്റികളുണ്ട്. ചില്ലി അങ്ങനെയൊക്കെ ആയിട്ട്. ചില്ലി എപ്പോഴും ട്രെൻഡ് തന്നെയാണല്ലേ? ഭംഗിയാണ് ചില്ലിയുടെ വെറൈറ്റി. അതൊക്കെ ചില്ലി യെല്ലോ അല്ലേ? ചില്ലി യെല്ലോ. ബിഡാതിരി. പക്ഷെ ബിഡാതിരിയുടെ പൂ ഭയങ്കര ചെറുതാണല്ലോ അല്ലേ? കുറച്ചുകൂടി വലുതാവും. പക്ഷേ വലുതാവും. പിന്നെ ഇത് ഇതാണ് ബ്രിസ വൈറ്റ്. വലിയ ചെടിയാ. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് ബ്രിസ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു എണ്ണ ഇല്ലാന്ന്. ബ്രിസ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൈയുണ്ടായിരുന്നു. ശരിക്കും ബ്രിസ പിങ്കും ബ്രിസ റെഡും ബ്രിസ പീച്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാത്രമേ ഉള്ളൂ എന്നും പറയണത് ചിലവര്. പലരും പല രീതിയിലാണ് പറയുന്നത്. ബ്രിസയുടെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ വന്നതും അങ്ങനെ തന്നെയാണല്ലേ? അങ്ങനെ കുറെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെയും കുറെ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സെയിൽ പ്ലാന്റ് തന്നെയാണ്. ഞാനിത് കുറെ വട്ടമായി പറയുന്നതൊക്കെ സെയിൽ പ്ലാന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നൈപുണ്യയിൽ വാട്സാപ്പ് ചെയ്താലൊക്കെ കിട്ടില്ല? നിങ്ങളെ വാട്സാപ്പ് ചെയ്തതിനെ കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഇവരെ മൊത്തം ഇരിക്കുന്നത്. ഈ പ്ലാന്റുകളൊക്കെ ചെറിയ റേറ്റിനുള്ള പ്ലാന്റുകളാണെന്നുണ്ടല്ലേ? ഇതിൽ കുറെ വെറൈറ്റികളുണ്ട്. പക്ഷേ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഇതിപ്പോ അതർനെയാണ്. അത് ഫ്ലവർ ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് സൂഫിയാൻജിയാണ്. ഇതിന്റെ സൂഫിയാൻജിയുടെ ഈ ലീഫിന്റെ കളർ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ചെറുപ്പത്തിലെ. ഇതിലിപ്പോ കൊറേ വെറൈറ്റികളുണ്ട്. ഫ്ലവറിംഗ് ആയാലാണ് അറിയുള്ളൂ.
ഇതിപ്പോ നമ്മള് ലാസ്റ്റ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന തൈകളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ആണല്ലേ. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്നൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇഷ്ടത്തിന് എടുത്തപ്പോ ഒരിക്കൽ എടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ചില വെറൈറ്റികൾ മാത്രം നമുക്ക് തിരിച്ചു ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് റേറ്റ് കുറവോ അങ്ങനെ വല്ലതുണ്ടോ? എന്നാലും ഒരു ഡീസന്റ് റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ വളരെ കുറച്ച് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ അവിടെ കണ്ടതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണെങ്കിൽ ഇതൊക്കെ ചെറിയ സൈസിലുള്ള കുറച്ചുകൂടി ഫ്ലവർ ആയ പ്ലാന്റ്സ് ആണല്ലേ. ഓക്കെ. ഇതൊക്കെ 150, 200 ആണല്ലേ. ഓക്കെ. കട്ടിങ്സ് കുഴിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം റേറ്റ് കുറവിൽ സംഭവം കിട്ടും. ഇത് നമ്മുടെ നൈപുണ്യയുടെ നാടൻ ചെടികളുടെ കളക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം കാട്ടിയതൊക്കെ ഹൈബ്രിഡ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നാടനെ നമ്മൾ ഹൈബ്രിഡ് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് നാടനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ ഹൈബ്രിഡ് പോലെ തന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഹൈബ്രിഡും നാടനും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വാക്കിൽ ചോദിച്ച ചേച്ചിക്ക് എന്നിട്ട് പറയാനുള്ളത്? ഹൈബ്രിഡില് കുറച്ചും കൂടി കളറ് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ പൂക്കൾ കുറച്ച് ദിവസം കൂടി കൂടുതൽ തോന്നിയിട്ടുണ്ട്. ഇനങ്ങളും കൂടുതലാണ് ഹൈബ്രിഡ്സിൽ. നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, വൈറ്റ്, യെല്ലോ, അത്ര തന്നെയാണ് കളറുള്ളൂ. എന്നാലും ഭംഗിയുണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ മതിലിന്റെ അവിടെയൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ഹാങ് ചെയ്ത് പുറത്തേക്ക് ഇടുന്ന രീതിയിൽ. ഇതേപോലെ ഒരു മതിലുണ്ടെങ്കിൽ ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് ഈ പ്ലാന്റ് വെക്കുന്നു. എന്നിട്ട് അത് വലുതായി ഈ മതിലിന്റെ ഇപ്പുറത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ. ഇതിപ്പോ ഒരു 3-4 കൊല്ലം പഴക്കൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ചെടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യട്ടാ, ഈ ചെടി മേടിച്ചോണ്ട് പോവാ, എന്നിട്ട് ഇത് തല കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഹൈബ്രിഡ് വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെയും കൊണ്ടുപോകുന്നവരുണ്ട്. നാടനാകുമ്പോൾ നിങ്ങൾക്ക് ഒരു മാന്യമായ റേറ്റിന്, അതായത് ഒരു ചീപ്പ് റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് നാടൻ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിന്റെ തല കട്ട് ചെയ്യുക, ഗ്രാഫ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പൊക്കെ വളർന്ന് കുത്തി പിടിപ്പിച്ച് അതുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റാണ്. ഈ അറ്റം തൊട്ട് അറ്റം വരെ പ്ലാന്റുകളുണ്ട്. എല്ലാം വിളിച്ച് ചോദിക്കുക, ഡീൽ ചെയ്യാം. ഇതാണ് ഇവരുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എന്ന് പറയുന്നിട്ട്. അതെ, ഇതാണ് മൊത്തം ഈ ഒരു 10, 30, 35, 40 സെൻറ്റിലാണ് പരിപാടികൾ മൊത്തം ഇവർ ചെയ്യുന്നത്. ഒരുപാട് വെറൈറ്റികൾ സെയിലിനായിട്ടുണ്ട്. എല്ലാം സെയിൽ തന്നെയാണ്. മദർ പ്ലാന്റ് നിങ്ങളോട് വന്ന് കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്ലാന്റ് ആയാലും അവർക്ക് പറ്റുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരത് കൊടുക്കും. അവരെങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ഒരു ചെടിയിൽ തന്നെ ഒരു 2-3 പ്ലാന്റുകൾ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ അത് ഒരെണ്ണൊക്കെ നമ്മളെ കൊടുക്കും. ഒരെണ്ണൊക്കെ മതി നമുക്ക് അല്ലേ? ഓക്കെ. നമ്മുടെ നൈപുണ്യ നഴ്സറിയുടെ ഫ്രണ്ടേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫർമോസ പിങ്ക് കൊണ്ട് ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന നഴ്സറിയാണ് കേട്ടോ. നൈപുണ്യയുടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നഴ്സറിയാണ്. ഒരുപാട് ഏരിയയും കേട്ട് ഒരുപാട് ഫ്ലവറും ഒരുപാട് ഏരിയയിലാണ് ഈ നഴ്സറി ചെയ്യുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാഴൂരാണ് കേട്ടോ സ്ഥലം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റുകളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം കാണാനായിട്ട്. കസ്റ്റമേഴ്സൊക്കെ അത്യാവശ്യം ഉള്ളൊരു നഴ്സറിയാണ്. 10, 30, 40 സെൻറ്റിലാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ്. എല്ലാവരും വരാം, എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അടിപൊളിയാണ്. അപ്പം നമ്മുടെ നൈപുണ്യയിൽ വന്നൊരു കസ്റ്റമറായിട്ടുള്ള ഒരു ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് നിക്സൺ എന്നാണ്. എനിക്ക് ആക്ച്വലി ലൊക്കേഷൻ അറിയില്ലായിരുന്നു. എനിക്ക് ഒരു ബോഗൻവില്ലയുടെ കുറച്ചിങ്ങനെ സീസൺ കളക്ഷൻസ് കുറച്ചിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉള്ളതായിട്ട്. ഞാൻ അതെ, അമ്മാർത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാനിങ്ങനെ ലൊക്കേഷൻ ചോദിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്ക് ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു അവധി ദിവസം ആയതുകൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇത് വന്ന് നോക്കി കഴിഞ്ഞാൽ ആകെ മെന്റലി ഡിപ്രസ്ഡ് ആണ്. കാരണം നമുക്ക് ഏതെല്ലാം വാങ്ങണം എന്ന് അറിയുന്നില്ല. അത് വാങ്ങാനെല്ലാം വലിയ താല്പര്യം, പക്ഷെ നമ്മുടെ പോക്കറ്റും കൂടി സഫീഷ്യന്റ് ആവണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു 12 പ്ലാന്റ് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇവർ വാങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇവർ വാങ്ങിയ പ്ലാൻ എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ? നൈസാണ്. റേറ്റും നല്ല കംഫർട്ടബിൾ ആണ്. കസ്റ്റമർ സർവീസ് എനിക്ക് ലൈക്ക് സുബിൻ എനിക്ക് വേണ്ട രീതിയിലെല്ലാം നല്ലൊരു ഗൈഡിങ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ഞാൻ പ്ലാന്റിന് മാക്സിമം ഗ്രോത്ത് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്തായാലും കണ്ടോളം കണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം അതെ, അത്യാവശ്യം നല്ല കളക്ഷൻസ്. ഹാപ്പി കസ്റ്റമർ ആണ്. യെസ്, ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ, ഏറ്റവും ലേറ്റസ്റ്റും പഴയതൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റികളാണ്. 3 മാത്രമേ നമ്മുടെ നാടൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഒക്കെ കംപ്ലീറ്റ് ഹൈബ്രിഡ്സ് ആണ്. ചേട്ടൻ സെലക്ട് ചെയ്തതൊക്കെ നല്ലോണം ഫ്ലവർ ചെയ്യുന്നതായിട്ട് നല്ല ബെസ്റ്റ് വെറൈറ്റീസ് തന്നെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓക്കെ.